Hello, welcome to market discussion of the day. Today, December 10th, 2025. വെനസ്ഡേ ആണ്. സോ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കൂടെ ഉള്ളൊരു ദിവസമാണ്. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ് അല്ലേ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഡേ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നോൺ ഫാം പേറോൾ അതേപോലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം പറയാറുണ്ട് അല്ലേ. സോ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് ഇപ്പോഴല്ല, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, അതായത് ഒരു വൈകുന്നേരം UK ടൈമിംഗ് ഒക്കെ 7 മണിക്കൊക്കെയാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ എന്നിരുന്നാലും മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്, കണ്ട അഭിപ്രായം പറയാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് മേജറായിട്ടുള്ളൊരു ഒരു ന്യൂസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് FOMC എന്താ പറയുക പ്രസ് കോൺഫറൻസും ഉണ്ട്. ഓക്കെ, ഈ പ്രസ് കോൺഫറൻസ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ സപ്പോസ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ റേറ്റ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല, ഓക്കെ, എങ്കിൽ ഇപ്പം നമുക്ക് കഴിഞ്ഞ വട്ടം നമുക്ക് 4% 3.75% കുറച്ചെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഓക്കെ, സോ ഈ വട്ടം കുറച്ചില്ല എങ്കിൽ ഓക്കെ, അപ്പം കയറി ഡിസിഷനൊന്നും എടുക്കരുത് ഉറപ്പായിട്ടും. അത് കഴിഞ്ഞിട്ട് പ്രസ് കോൺഫറൻസിനകത്ത് എന്താ പറയുക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഫെഡ് ചെയർ എന്താണ് മറുപടി പറയുന്നത് എന്നുള്ളൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് നല്ല രീതിയിൽ കുറയ്ക്കണം എന്നുള്ളതാണ് പുള്ളിക്കാരന് വേണ്ടുന്നത്. ഓക്കെ, സോ അത് ഒറ്റയടിക്ക് കുറയ്ക്കുമോ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറയ്ക്കുമോ, അല്ലെങ്കിൽ മാറ്റമൊന്നും വരത്തില്ലയോ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് നോക്കി കാണേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ന്യൂസ് ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ വളരെ ചെറിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഇന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ. ഓക്കെ, മാർക്കറ്റിൽ വലിയൊരു ഭയങ്കരമായൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ എന്താ പറയുക ആ വാറിനെ സംബന്ധിക്കുന്ന കഴിഞ്ഞ ആഴ്ച നമുക്കൊരു മീറ്റിംഗ് നടന്നിട്ടെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. US പ്രസിഡന്റും അതേപോലെ തന്നെ നമ്മളുടെ റഷ്യൻ പ്രസിഡന്റും, US പ്രസിഡന്റ് അല്ല, ഐ മീൻ US എന്നുള്ളൊരു എന്താ പറയുക ഇതിന് മേജറായിട്ട് നിൽക്കുന്നൊരു സ്റ്റീവ് വിക്കോഫ് എന്ന് പറയുന്ന പുള്ളിയും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റും തമ്മിലുള്ളൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പീസ് ഡീലൊന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയാം അല്ലേ. സോ അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്പീച്ചായിട്ടോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ വന്നു കഴിഞ്ഞാലോ, അതേപോലെ തന്നെ യൂറോപ്യൻ ലീഡേഴ്സ് US പ്രസിഡന്റ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാലോ ഉറപ്പായിട്ടും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് അല്ല, അത് പൊളിറ്റിക്കലായിട്ട് ഉള്ള ന്യൂസാണ്. അതുകൊണ്ടിട്ട് തന്നെ അതിനകത്ത് നമ്മളൊന്ന് പാലിച്ചു പോകണം. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ എന്താണ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ബേസിക്കായിട്ട് നമ്മളുടെ എന്താ പറയുക ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നാളെ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. നാളെ നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് ഉണ്ട്. അത് മാത്രമാണ് നമുക്ക് നാളെ മേജറായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ടർബുലൻസ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസ് എന്നും കൂടെ ഉള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് വരാം. USD JPY 156 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നു. 156.774 നിൽക്കുന്നു. നമുക്ക് ഇനി 156 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 156.10 അടുത്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 155.40 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 80 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസും 120 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റും വേണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 156.10 156 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈ എൻട്രി ആണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.16356 നിൽക്കുന്നു. ഓക്കെ, യൂറോയിൽ നമുക്ക് ഇന്നലെ നമുക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. 1.1610 വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 60 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളൊരു 40 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ 1:1.5 റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് 60 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അതാണ് നമുക്ക് യൂറോയിലുള്ള ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി. 1.1610 1.1600 അവിടെ ഇന്നലെ പറഞ്ഞ സെയിം ഓപ്പർച്യൂണിറ്റി തന്നെ നമുക്ക്
ഇന്നും എടുത്തു പോകാവുന്നതാണ്. അൺടിൽ ആൻഡ് അൺലെസ് യൂറോപ്യൻ ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഡൊണാൾഡ് ട്രംപിനെതിരെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വരികയോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂറോ ആയിരിക്കും ഒറ്റയടിക്ക് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് എന്നും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ ജി ബി പിയിലോട്ട് വരുമ്പോൾ 1.3312 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മളുടെ 1.300 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് 1.3300 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് വന്നു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞത് 1.3370 താഴെയായിട്ടാണ്. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ഹിറ്റായിട്ടില്ല. സോ അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് 20 പിപ്സിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1:1.5 റേഷ്യോയിൽ നമുക്ക് 1.3360 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഇന്നലെ എടുത്തിട്ടുള്ള ആൾക്കാർ. സോ എന്താ പറയുക, അതാണ് എനിക്ക് യൂറോയിൽ ഇനി ജി ബി പിയിൽ ഇനി വീണ്ടും 1.3300 കിട്ടിയാൽ വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് ഒരു വൈകുന്നേരത്തിന് മുന്നേ ഒരു US ടൈമിങ്ങിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 12:30 മണിക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. അതുകൊണ്ടിട്ട് തന്നെ ഒരു കാരണവശാലും എന്താ പറയുക നമ്മളുടെ രാത്രിയിൽ ഓവർനൈറ്റ് ഹോൾഡിംഗ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ കമ്മിങ് ടു നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ 4193 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞ റേഞ്ച്, ഓക്കെ, ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ബൈ എടുക്കാൻ പറഞ്ഞത് എവിടെ നിന്നാണ്? 4180 അടുത്താണ് അല്ലേ? 4180 അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ 4117 അവിടെ ടേക്ക് പ്രോഫിറ്റ് വെക്കാനുമാണ് പറഞ്ഞത്. 1:1.5 റേഷ്യോയിലും 4100 ഓൾമോസ്റ്റ് 20-21 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആ ടേക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 4194 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നു. 4180 വീണ്ടും സപ്പോർട്ട് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ വൈകുന്നേരം US സെഷന് ശേഷം ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത് കൊണ്ടിട്ട് തന്നെ വളരെ വലിയ വോളറ്റാലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്താലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ അത് ഉറപ്പായിട്ടും ഹിറ്റാവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ട്രേഡ് ചെയ്ത് പോകാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് 4180 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 4155 അവിടെ $25 സ്റ്റോപ്പ് ലോസ്, $37.5 ടേക്ക് പ്രോഫിറ്റും എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണത്. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത് ഓവർനൈറ്റ് ഹോൾഡിംഗ് പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, നല്ല ബ്രോക്കർ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ബ്രോക്കർ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കമ്പനിയുടെ പ്രൊഫൈൽ തന്നെയാണ്, അതിൻ്റെ റെഗുലേഷനാണ്. ഈ സ്റ്റാർ ട്രേഡറിന് മേജറായിട്ടുള്ള ഒരുപാട് റെഗുലേഷൻസ് ഉള്ള ബ്രോക്കറാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ് റെഗുലേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASIയുടെ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷനുള്ള മേജറായിട്ടുള്ളൊരു ബ്രോക്കറാണിത്. അതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് അയച്ചു തരികയും ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരികയും ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ പ്രൊമോഷൻസ്, അതാണ് ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂറോപ്യൻ കസ്റ്റമേഴ്സ് ആണ് എങ്കിൽ ആദ്യത്തെ $1000 100% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും ആയിരിക്കും കിട്ടുന്നത്. അതായത് 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $2000 ട്രേഡ് ചെയ്യാൻ പറ്റും, 2000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $3200 ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സോ ഈ പിന്നീടുള്ള സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റുകൾക്കെല്ലാം 20% ബോണസ് കിട്ടും എന്നുള്ളത് അതിൻ്റെ മുകളിലുള്ളൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൂടിയാണ്. ഓക്കെ, സോ ഇപ്പം ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് $1500 50% ബോണസും ടോട്ടൽ ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി തരുന്നത്. അതായത് $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക്. നിങ്ങൾക്ക് സ്റ്റാറിൽ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാം. ഓക്കെ, അതേപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റാറിൻ്റെ ലിങ്കും ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്യാവുന്നതുമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.